ഹായ്. ഇന്ന് ഏതൊരു റീറ്റെയിൽ സ്ഥാപനത്തിലെയും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റാഫ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്നുള്ളത്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ കണക്കുകൾ കൃത്യമായിട്ട് തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്, നമുക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാനുള്ളത്. ഡിജിപ്പോസ് സെൻ എന്ന നമ്മുടെ ബില്ലിംഗ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഇതിനെല്ലാം വേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. നമ്മുടെ യൂസർ ആക്ടിവിറ്റി മോണിറ്റർ എന്ന റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ദിവസവും നമ്മുടെ സ്റ്റാഫുകൾ എപ്പോൾ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്നു, എപ്പോൾ ലോഗൗട്ട് ചെയ്യുന്നു, ലോഗിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ ഒരു ബില്ല് കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു, അതിനുശേഷം എന്താണ് വാല്യൂ, അങ്ങനെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏത് ടൈമിലാണ്, ഏത് ഡേറ്റിലാണ്, ഏത് ലിസ്റ്റിൽ നിന്ന് ഏത് സ്റ്റാഫാണ് എഡിറ്റ് ചെയ്തത്, എല്ലാ കാര്യവും നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. കൂടാതെ എഡിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, എപ്പോൾ ലോഗിൻ ചെയ്തു, എപ്പോൾ ലോഗൗട്ട് ചെയ്തു, ഏതെങ്കിലും ബില്ല് ഡിലീറ്റ് ചെയ്തോ റീപ്രിൻ്റ് ചെയ്തോ എല്ലാ ഓപ്ഷൻസും നമുക്ക് ചെയ്ത് കിട്ടും. അത് ഓരോ സ്റ്റാഫ് വൈസ് നമുക്ക് ഫിൽട്ടേഷൻ എടുക്കാൻ പറ്റും. ഓരോ സിസ്റ്റം വൈസ് മൾട്ടിപ്പിൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പ്യൂട്ടർ വൈസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൂടാതെ ഓരോ വൗച്ചർ വൈസ്, ഇപ്പോൾ നമുക്ക് സെയിൽസ്, പർച്ചേസ്, പലവിധ വൗച്ചേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ സെയിൽസ് വൗച്ചറിൽ മാത്രം അവർ നടത്തിയ ആക്ഷൻസ് ആയിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രമായിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഡിജിപ്പോസ് സെൻ ഇൻസൈറ്റ് എന്ന നമ്മുടെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും സ്റ്റാഫുകൾ ബില്ലിൽ എഡിറ്റോ ഡിലീറ്റോ ക്യാൻസൽ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെങ്കിൽ ഫോൺ വഴി നമുക്ക് അറിയാൻ പറ്റുന്നതുമാണ്. താങ്ക് യു.